ഹൗസ് ഓണറിന്, നിങ്ങളോടല്ല, ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടകക്കാരോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഗൃഹനാഥാന്നല്ലേ പറഞ്ഞത്? വാളെടുത്ത് ഒന്നൊന്നും വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല. പക്ഷേ ഇത് ബസ് സ്റ്റോപ്പാണ്. അറിയാം. ഓ, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ, വിഷമമായിരിക്കും. കേൾക്കട്ടെ. ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയാവുന്ന ചിലരെങ്കിലും ഈ കൂട്ടത്തിൽ കാണുമല്ലോ. ഇവിടെ പോകുന്നു പൗഡറും പൂശി പൊട്ടുമൊക്കെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ചമഞ്ഞ നടക്കാം. ഞാൻ നിങ്ങളെ പറഞ്ഞു വിടില്ല. സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ അവമാനിച്ചു. മിസ്റ്റർ, എന്താ മിസ്റ്റർ? റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം വയ്ക്കുന്നത് ശരിയല്ല. ബഹളം വയ്ക്കുന്നത് ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റി ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ ഇറക്കി വിട്ടാ ഇനി സഹിക്കാൻ പറ്റില്ല. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താ നോക്കി പേടിപ്പിക്കാണോ? അതെ, ഓഫീസിൽ പോകുന്ന പിന്നായിട്ട് എനിക്ക് തീരുമാനം അറിയണം. ഇറങ്ങാൻ ഇറങ്ങാൻ ഇറങ്ങാൻ. ആ കൊച്ചിനെ ഇറങ്ങിട്ടെ, വണ്ടിയല്ലേ ആ കൊച്ചിൽ. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇവിടെ സോഷ്യലിസം വരും. കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിധിച്ചിട്ടില്ല. ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ.